പുട്ടുപൊടിയും ഇടിയപ്പത്തിനുള്ള പൊടിയും നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പൊടികളാണ്. കടയിൽ നിന്ന് മേടിക്കാതെ അതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് പച്ചരി 4 മുതൽ 6 മണിക്കൂർ വരെ നന്നായിട്ട് വെള്ളത്തിൽ ഉമിഴ്ത്തി നന്നായിട്ട് കഴുകി ഒരു കോട്ടൺ തുണിയിലോ തോർത്തിലോ നമുക്കത് നിരത്തിയിടാം. വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം വേണം ഇതുപോലെ നിരത്താനായിട്ട്. രണ്ട് 3 മണിക്കൂർ കഴിയുമ്പം നന്നായിട്ട് ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഉണങ്ങി കിട്ടും. അരിയിൽ നനവ് കാണും, എങ്കിലും അത് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ആ രീതിയിൽ അരി ഉണങ്ങി കിട്ടുമ്പോൾ നമുക്കത് മിക്സിയിൽ 2-3 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പം ആദ്യം പുട്ടിനുള്ള പൊടിയാണ് പൊടിച്ചെടുക്കുന്നത്. കുറച്ച് തരിതരിപ്പായിട്ട് അങ്ങ് പൊടിച്ച് വെച്ചാൽ മതി. ചിലർ പൊടിച്ചിട്ട് പുട്ടിൻ്റെ അരിപ്പയിൽ അരിച്ചെടുക്കും. സാധാരണ അങ്ങനെ അരിക്കാറില്ല. ഇതുപോലെ തന്നെ പൊടിച്ചെടുത്ത് വറുത്തെടുക്കുമ്പോൾ നമുക്ക് പുട്ട് കറക്റ്റായിട്ട് തയ്യാറാക്കാനും പറ്റും. ഇതുപോലെ എല്ലാ അരിയും പൊടിച്ചെടുത്തതിന് ശേഷം ചീനച്ചട്ടിയിൽ നമുക്കത് വറുത്തെടുക്കാം. ആദ്യം പൊടിച്ച അരിപ്പൊടിയിൽ വെള്ളമയം ഉള്ളത് കൊണ്ട് നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചൂട് തട്ടും തോറും ഇതുപോലെ നന്നായിട്ട് ഉതിർന്ന് കിട്ടുകയും ചെയ്യും. ഇച്ചിരി കഴിയുമ്പം ഇതുപോലെ നന്നായിട്ട് ഒഴുകി വീഴുന്ന ആ പരുവത്തിലാവണം. ഇല്ലെങ്കിൽ നമ്മളിപ്പം കൈ കൊണ്ടൊന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ മുറിയാത്ത വരയായിരിക്കണം. അതും അല്ലെങ്കിൽ അതിൽ കുറേ ചെറിയ അരിയുടെ ഉണ്ടകൾ കാണാനും പറ്റും. ആ പരുവത്തിലാവുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ചെറിയ അരി ഉണ്ടകളും അതിൽ കാണാനായിട്ട് പറ്റും. തണുത്ത് കഴിയുമ്പം നമുക്ക് ആ ഉണ്ടകൾ മാറ്റാനായിട്ട് പിന്നെ അരിക്കേണ്ട കാര്യമില്ല. അത് മിക്സിയിൽ ഇതുപോലെ 2-3 ബാച്ചായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. എല്ലാ ഉണ്ടകളും മാറി അരിപ്പൊടി കറക്റ്റായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഉണ്ടകൾ പൊടിച്ചെടുക്കാനായിട്ടും പാടായിരിക്കും. അതിലും നല്ലത് ഇതുപോലെ ഒരുമിച്ച് അങ്ങ് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. പുട്ടിനുള്ള പൊടി ഇതുപോലെ നമുക്ക് വീട്ടിൽ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ തയ്യാറാക്കിയ പൊടി കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 5-6 മാസം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇനി ഇടിയപ്പത്തിൻ്റെ പൊടിയാണെങ്കിൽ ആദ്യം നമ്മൾ അരി കുതിർത്തതുപോലെ തന്നെ കുതിർത്ത് തോർത്തിൽ ഉണക്കാനായിട്ട് വെച്ച് പൊടിച്ചെടുക്കുക. പക്ഷേ ഇത് ഇടിയപ്പത്തിനുള്ള പൊടി നല്ല നൈസ് പൊടിയായിരിക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ ഹോളുള്ള അരിപ്പയിൽ അത് ഇതുപോലെ അരിച്ചെടുത്ത് ബാക്കി വരുന്ന കപ്പി അടുത്ത ബാച്ചിലേക്ക് കൂടുതൽ അരി കൂടെയിട്ട് ഇതുപോലെ ബാച്ചായിട്ട് പൊടിച്ചെടുക്കുക. ഏറ്റവും അവസാനം കിട്ടുന്ന കുറച്ച് അരിപ്പൊടി നമുക്കത് ഒന്നുകിൽ കറികളിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉപ്പുമാ കുഴക്കട്ട ഉണ്ടാക്കാനായിട്ടും എടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്തതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ പൊടിയും ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാം. പുട്ടിൻ്റെ ആ പൊടിയുടെ അത്ര ഒന്ന് നിറം മാറേണ്ട ആവശ്യം വരത്തില്ല ഇടിയപ്പപ്പൊടിക്ക്. എങ്കിലും നന്നായിട്ട് വറന്ന് കിട്ടുകയും വേണം. ആ ചെറിയ അരി ഉണ്ടകൾ അതിൽ കാണുകയും ചെയ്യും. അരിയുടെ നല്ല മണം വരികയും ചെയ്യും. ഇപ്പോൾ പുട്ടിൻ്റെ പൊടി ഒന്നും കൂടെ മൂത്ത് പോവുകയാണെങ്കിലും പുട്ടിനെ നമുക്ക് തയ്യാറാക്കുമ്പം ബുദ്ധിമുട്ട് വരത്തില്ല. ഇടിയപ്പത്തിൻ്റെ പൊടി ഏകദേശം കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ വറുത്തെടുക്കുക. ഒന്ന് നിറം മാറാൻ തുടങ്ങിയാൽ മതി, ഒരുപാട് നിറം മാറി കിട്ടണ്ട. ഇതുപോലെ നന്നായിട്ട് ഫ്രീ ആയിട്ട് ഒഴുകുന്ന ആ പരുവം വരെ ആക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഉണ്ടകളും അരിപ്പൊടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് നന്നായിട്ട് തണുത്തതിന് ശേഷം ആ ഉണ്ടകൾ മാറാനായിട്ട് മിക്സിയിലൊന്നും കൂടെ പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ഇടിയപ്പപ്പൊടിയും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ചെറിയ അരിയുടെ മണികൾ മാറാനായിട്ട് മിക്സിയിൽ 2-3 ബാച്ചായിട്ട് അങ്ങ് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ പുട്ടുപൊടിയും ഇടിയപ്പപ്പൊടിയും തയ്യാറാക്കിയെടുക്കാം. കടയിൽ നിന്നും മേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഇതുപോലെ ഈ പൊടിയും നമുക്ക് വറുത്ത പൊടി ആയതുകൊണ്ട് നമുക്ക് കുപ്പികളിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 6 മാസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഒരു കലർപ്പും ഇല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന പുട്ടിൻ്റെ പൊടിയും ഇടിയപ്പത്തിൻ്റെ പൊടിയും
ഇതുപോലെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടി നല്ല നൈസ് പൊടിയായിരിക്കും. പുട്ട് കുറച്ച് തരിതരിപ്പായിട്ടുള്ള പൊടിയായിരിക്കും. ഇതേ ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ച് ഇടിയപ്പം തയ്യാറാക്കാം. ഇതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് കമൻസിൽ ഷെയർ ചെയ്യാം. അല്ല, പുട്ടുപൊടി വെച്ച് നമുക്ക് മസാലപ്പുട്ട് അല്ലെങ്കിൽ പുട്ടുകുറ്റിയിൽ തന്നെ പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പുട്ടുകുറ്റി ഇല്ലാത്തവർക്ക് ചെറിയ കിണ്ണങ്ങളിൽ ഇതുപോലെ പുട്ട് തയ്യാറാക്കാം, ഇല്ലെങ്കിൽ ചിരട്ടയിലും പുട്ട് തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.